സഹോദരങ്ങളെ, അസൂയ എന്ന തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അസൂയാലുക്കളാണോ? നമുക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുക എനിക്കാരോടും അസൂയ ഇല്ല എന്നാണ്. എന്നാൽ അറിയാൻ ചില ലക്ഷണങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ മനസ്സിനൊരു വിഷമം തോന്നൽ, മനസ്സിനൊരു ദേഷ്യം വരൽ. മറ്റുള്ളവർ തനിക്ക് എന്തോ ഒരു ഗുണം കിട്ടിയെന്ന് പറയുമ്പോൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് പകരം അവനോട് പുഞ്ചിരിച്ച് അവനോട് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ മറ്റുള്ള കൂട്ടുകാരെ കാണുമ്പോൾ എടാ അവൻ ഇങ്ങനെ ഒരു നേട്ടം കിട്ടിയിട്ടുണ്ട് അത്രേ, അവൻ നല്ല ജോലിയായി, അവൻ്റെ മകളുടെ കല്യാണം ശരിയായി, അവനിപ്പോൾ നല്ലൊരു കാറ് വാങ്ങിയിട്ടുണ്ട് എന്നത് തനിക്കില്ലല്ലോ എന്നത്, മറ്റുള്ളവനുണ്ടല്ലോ എന്നത് ഒരു മനസ്സിൻ്റെ വിഷമത്തോടു കൂടി പറയൽ. ഒരു പുതിയ വീട് വെച്ചു എന്നറിയുമ്പോൾ, ഒരു പുതിയ കാറ് വാങ്ങി എന്നറിയുമ്പോൾ, നല്ലൊരു ജോലി കിട്ടി എന്നറിയുമ്പോൾ, പരീക്ഷയിൽ ഉന്നത വിജയം നേടി എന്നറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് അപ്പം എനിക്ക് കിട്ടാത്തതാണല്ലോ അവന് കിട്ടിപ്പോയത്, അവനാണല്ലോ അപ്പോൾ അത് കിട്ടിയത്, അവനെയാണല്ലോ റബ്ബ് കൂടുതൽ അനുഗ്രഹിച്ചത് എന്ന് തോന്നുക എന്നത് വളരെ വലിയ ഗുരുതരമായ തിന്മയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യഗ്ബിതു വൽ മുനാഫിഖ യഹ്സുദു. ഇന്നൽ മുഅ്മിന യഗ്ബിതു, ഒരു വിശ്വാസിക്ക് തൻ്റെ സുഹൃത്തിന് എന്ത് കിട്ടിയെന്നറിഞ്ഞാലും വല്ലാത്തൊരു സന്തോഷമാകും. എനിക്ക് കിട്ടിയില്ലെങ്കിലും അവന് കിട്ടിയല്ലോ, ഞാൻ നേടിയിട്ടില്ലെങ്കിലും അവന് നേടിയല്ലോ എന്നൊരു സന്തോഷം തോന്നും. വൽ മുനാഫിഖ യഹ്സുദു, എന്നാൽ മുനാഫിക്കാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നതെങ്കിൽ തുടങ്ങും അവൻ്റെ മനസ്സിൽ ഒരു അസൂയ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അസൂയയിൽ നിന്ന് മോചനം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, തൻ്റെ സുഹൃത്തിന് കിട്ടിയ ആ നേട്ടം അള്ളാഹു ഉദ്ദേശിച്ച് തീരുമാനിച്ച് വിധിച്ച് നൽകിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നമുക്കൊരു വിഷമം വന്നാൽ റബ്ബിൻ്റെ തീരുമാനത്തോടാണ് നമുക്ക് വിഷമം, അള്ളാഹുവിൻ്റെ വിധിയിലാണ് നമുക്ക് അതൃപ്തി, അള്ളാഹുവിൻ്റെ ഖലായിലാണ് നമുക്ക് അസംതൃപ്തി, നമുക്ക് അസമാധാനം. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അസൂയ വെക്കുമ്പോൾ റബ്ബിൻ്റെ വിധിയോട് അതൃപ്തിയും അവൻ്റെ തീരുമാനങ്ങളോട് ദേഷ്യവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅലകും അലാ ബഅൽ. നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ അതിലേക്ക് നിങ്ങളുടെ മനസ്സ് പാഞ്ഞു പോകല്ലേ. എനിക്കല്ലല്ലോ കിട്ടിയത്, അവനാണല്ലോ ഉണ്ടായത്, എന്താണിങ്ങനെ എന്ന ചിന്ത വരരുതേ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, റബ്ബ് അവൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി, അവൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമായി, അവൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് കൊടുക്കാതിരിക്കും, ചിലർക്ക് പകുതി കൊടുക്കും, ചിലർക്ക് തീരെ കൊടുക്കാതിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരരുത്. കാരണം അത് റബ്ബിൻ്റെ തീരുമാനത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കലാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മനസ്സിലേക്ക് അസൂയ കടന്നു വന്നാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒന്നാമത്തേത് റബ്ബിൻ്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കലാണെങ്കിൽ, രണ്ടാമത്തേത് അസൂയയെ അടിച്ചമർത്തുക എന്നതാണ്. ഒരാളോട് നമുക്ക് അസൂയ തോന്നിയാൽ അയാൾക്ക് കൂടുതൽ ഗുണം ചെയ്യുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാളോടൊപ്പം എപ്പോഴും നല്ല നിലക്ക് പെരുമാറുക. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ അസൂയയെ അടിച്ചമർത്തി നമുക്കൊരാളുടെ ഉപദ്രവം ചെയ്യാൻ തോന്നുമ്പോൾ ഗുണം ചെയ്തു കൊടുക്കുക, അങ്ങനെ നേർ വിപരീതം ചെയ്യുക എന്നതാണ് അസൂയയെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ മാർഗമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മൂന്നാമത്തേത്, അസൂയ തിന്മയായതുകൊണ്ട് തന്നെ, അസൂയ ഒരു കുതന്ത്രമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. അതിൻ്റെ ഫലം അത് പ്രയോഗിച്ചവരിൽ തന്നെ തിരിച്ചടിക്കും എന്ന് പേടിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി. ആരെങ്കിലും കുതന്ത്രം മെനഞ്ഞാൽ അതിൻ്റെ ദുരന്തം അവനിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ്. ഒരാളോട് നമ്മൾ അസൂയ കാണിച്ചാൽ അതിൻ്റെ നഷ്ടം നമ്മൾ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ ദുരന്തം നമ്മൾ ആസ്വദിക്കേണ്ടി വരും എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിറിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അതോടൊപ്പം നാലാമത്തെ ഒരു മാർഗമായി പണ്ഡിതന്മാർ പറഞ്ഞത്, നമുക്ക് ഒരാളോട് അസൂയ തോന്നിയാൽ അവിടെ നമ്മൾ തിരിച്ചറിയണം, അയാൾക്ക് കിട്ടിയ ആ നേട്ടം അയാൾക്ക് ഗുണം ചെയ്തു കൊള്ളണമെന്നില്ല. അയാളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തതായേക്കാം, അതൊരു പക്ഷേ അയാളെ അപകടത്തിലേക്ക് എത്തിച്ചേക്കാം. പിന്നെ എന്തിനാണ് ഞാൻ അതിൽ കിടന്ന് എൻ്റെ മനസ്സിങ്ങനെ വിഷമിച്ച് നടക്കുന്നത്? ഖുർആൻ പറയുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ. ഭൗതിക അലങ്കാരങ്ങൾ
ഐഹിക ജീവിത സുഖങ്ങൾ ഞാൻ പലർക്കും ധാരാളമായി കൊടുക്കുമ്പോൾ വലാ തമുദ്ദന്ന ഐനൈക്, നിന്റെ കണ്ണ് അതിലേക്ക് പാഞ്ഞു പോകണ്ട, നിന്റെ മനസ്സ് അതിലേക്ക് കൊതിച്ചു പോകണ്ട. കാരണം ലിനഫ്തിനഹും ഫീഹ്, അത് മുഖേന ഞാൻ അവരെ പരീക്ഷിക്കാനായേക്കാം. ഞാൻ അവർക്കത് കൊടുത്തത്, ഞാൻ അവർക്ക് ആ ഗുണം ചെയ്തത് ഒരുപക്ഷെ അവരെ പരീക്ഷിക്കാനാകും. അതുകൊണ്ട് അത് കൊടുത്തതിൻ്റെ പേരിൽ നിന്റെ മനസ്സ് വിഷമിക്കണ്ട. വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ, നിന്റെ റബ്ബ് നിനക്ക് തന്നതാണ് ഏറ്റവും ഖൈറും, ഏറ്റവും എന്നെന്നും നിലനിൽക്കുന്നതും. മറ്റുള്ളവന് അള്ള കൊടുത്തത് നിനക്ക് ഖൈറുണ്ടാവുകയില്ല. അത് നീ ചിന്തിക്കണ്ട. നിനക്ക് നിന്റെ റബ്ബ് തന്നത് അതാണ് നിനക്ക് ഖൈറുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതോടൊപ്പം അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അല്ലാഹുവേ, അസൂയയില്ലാത്ത, വിദ്വേഷവും പകയുമില്ലാത്ത, ഒരാളോടും ദേഷ്യമില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരാൾക്ക് അള്ളാഹു ഒരുപാട് സുഖ സൗകര്യങ്ങൾ കൊടുത്താൽ അതിൽ നമുക്ക് അസൂയ തോന്നിക്കഴിഞ്ഞാൽ, ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല ചോദിക്കപ്പെട്ടു, അങ്ങനെ ഒരാൾക്ക് മനസ്സിൽ അസൂയ വന്നാൽ അയാൾ പ്രത്യേകം പറയേണ്ട വല്ല വാചകങ്ങളുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്തല്ലാഹ അൻഅമ അലാ ഗൈരിക, നിനക്കല്ലാതെ മറ്റാർക്കെങ്കിലും അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞുന്നതായി നീ കണ്ടാൽ, ബിമാലിൻ സമ്പത്ത് കൊടുത്തുകൊണ്ടോ, ഔ ഇൽമിൻ അറിവ് പ്രദാനം ചെയ്തുകൊണ്ടോ, ഔ സിഹത്തിൻ ആരോഗ്യം കൊടുത്തുകൊണ്ടോ, ഔ ജാഹിൻ സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ടോ, ഔ ഔലാദിൻ മക്കളെ നൽകിക്കൊണ്ടോ, ഔ ഗൈരി ദാലിക് അതല്ലാത്ത ഭൗതികമോ പാരത്രികമോ ആയ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് നീ കണ്ടാൽ, ഫഖുൽ നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, നീ അവർക്ക് കൊടുത്തതുപോലെ എനിക്കും അതിൽ ഖൈറുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക, നിന്റെ ഫളല് അല്ലാഹുവേ എനിക്ക് തരണമെന്ന് ഞാനിതാ ചോദിക്കുന്നു എന്ന് പറയുകയാണ് വേണ്ടത് എന്ന് മഹാനായ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല ഫത്വ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മാരകമായി മനസ്സിനെ ബാധിക്കുന്ന, സമാധാനം തല്ലിക്കെടുത്തുന്ന, വിദ്വേഷവും പകയും ഉണ്ടാക്കുന്ന ഈ അപകടകാരിയിൽ നിന്ന് നാം രക്ഷ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു രോഗമാണ് അസൂയ എന്നും, ലോകത്താദ്യമായുണ്ടായ കൊലപാതകത്തിന് കാരണമായത് അസൂയ ആയിരുന്നു എന്നും, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ പിശാചിന് തടസ്സമായതും അവൻ്റെ അസൂയയും അഹങ്കാരവുമായിരുന്നു എന്നും, ജൂതന്മാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരുന്നത് അസൂയ കാരണമായിരുന്നു എന്നും, മക്കയിലെ മുശ്രിക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിൽ അവിശ്വസിക്കാൻ കാരണമായ കാര്യങ്ങളിൽ ഒന്ന് അവരുടെ അസൂയയായിരുന്നു എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അസൂയ വരികയില്ല എന്നും, അത് മനുഷ്യൻ്റെ ദീനിനെ തന്നെ തുടച്ചു നീക്കുന്ന, മുണ്ടനം ചെയ്ത് കളയുന്ന രോഗമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മൾ അസൂയാലുവാണോ എന്നതിന് തിരിച്ചറിയാനുള്ള ലക്ഷണവും അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുമാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. സഹോദരങ്ങളെ, അസൂയ അനുവദനീയമായ ചില മാർഗങ്ങളുണ്ട്, ചില മേഖലകളുണ്ട്. അഥവാ അസൂയയാണ് എന്ന് ധരിക്കാവുന്ന, എന്നാൽ കുറ്റകരമായ, ആക്ഷേപകരമായ അസൂയ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല. രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവനേക്കാളും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കൽ അനുവദിക്കപ്പെട്ട അസൂയയായി മാറുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റജുലുൻ, ഒരാൾ
അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അയാൾക്ക് അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആനിലുള്ള അറിവ് അദ്ദേഹത്തിന് അള്ളാഹു നൽകി. ആയത്തുകളും അതിൻ്റെ വിശദീകരണമായ ഹദീസുകളും ഓതാനും അർത്ഥം പറയാനും വിശദീകരിക്കാനും ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള കഴിവ് അദ്ദേഹത്തിന് അള്ളാഹു നൽകി. ഫഹുവ യത്ലൂഹു ആനാഇൽ ലൈൽ, രാത്രിയിൽ അത് ഓതി അദ്ദേഹം ഇങ്ങനെ നമസ്കാരം നിർവഹിക്കുന്നു. വആനാഇൻ നഹാർ, പകലിൽ അദ്ദേഹം അത് ഓതി ജനങ്ങളെ പഠിപ്പിക്കുന്നു. ഫസമിഅഹു ജാറുൽ ലഹു, അപ്പോൾ അടുത്തുള്ള ഒരാൾ, അയൽപക്കത്തുള്ള ഒരാൾ അത് കേട്ടു. ഫഖാൽ, അപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ലൈതനി ഊതീതു മിസ്ലമാ ഊതിയ ഫുലാൻ, ഈ മനുഷ്യൻ അറിഞ്ഞതുപോലെ എനിക്കും വിവരമുണ്ടായിരുന്നെങ്കിൽ, ഞാനും നല്ല ഖുർആനിൽ ആഴത്തിലുള്ള അറിവ് നേടുന്ന മനുഷ്യനായിരുന്നെങ്കിൽ, ഫഅമിൽതു മിസ്ലമാ യഅമൽ, എനിക്കും ആളുകളെ പഠിപ്പിക്കാമായിരുന്നു, ദീർഘനേരം അത് ഓതി നമസ്കരിക്കാമായിരുന്നു എന്ന് ഒരാൾ ചിന്തിച്ചാൽ അത് അനുവദിക്കപ്പെട്ട അസൂയയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ആതാഹുല്ലാഹു മാല, മറ്റൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി. ഫഹുവ യുഹ്ലികുഹു ഫിൽ ഹഖ്, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ അതിനെ ഇങ്ങനെ ചെലവഴിക്കുകയാണ്, അതിനെ വിനിയോഗിക്കുന്നത് നന്മയിലാണ്. ഫഖാല റജുൽ, അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ലൈതനി ഊതീതു മിസ്ലമാ ഊതിയ ഫുലാൻ, ഈ മനുഷ്യന് കിട്ടിയതുപോലെ എനിക്കും ലഭിച്ചിരുന്നുവെങ്കിൽ, ഫഅമിൽതു മിസ്ലമാ യഅമൽ, അയാൾ ചിലവഴിക്കുന്നത് പോലെ നന്മക്ക് വേണ്ടി ഈ സ്വത്ത് എനിക്കും വിനിയോഗിക്കാമായിരുന്നുവല്ലോ എന്ന് അയാൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് അനുവദിക്കപ്പെട്ട അസൂയയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെയും അള്ളാഹു നോക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ്. യൗമ തുബലസ് സറായിർ, മനുഷ്യൻ്റെ രഹസ്യങ്ങൾ വെളിവാകുന്ന ദിവസമാണ് എന്ന് അന്ത്യദിനത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞുവെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലെ ചിന്ത എന്താണ്, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ട് കൊടുക്കുന്നില്ല, കിട്ടണമെന്ന് അവൻ വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ അതറിയുന്നവനാണ് അള്ളാഹ്. അതല്ല ആത്മാർത്ഥമായിട്ടാണ് ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നത് എങ്കിൽ അത് ആക്ഷേപിക്കപ്പെടുന്ന അസൂയ അല്ല എന്നാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാൾ ഞങ്ങളിലേക്ക് കടന്നു വന്നു. വരും മുമ്പ് പ്രവാചകൻ പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് ഒരു സ്വർഗാവകാശി കടന്നു വരുമെന്ന്. ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഇടത് കൈയിൽ ചെരിപ്പും താടി രോമങ്ങളിൽ നിന്ന് വുളൂവെടുത്തതിൻ്റെ വെള്ളം ഒഴുകുന്നവനായി അയാൾ ഇങ്ങനെ കടന്നു വന്നു. മറ്റൊരിക്കൽ കൂടി ഇത് ആവർത്തിച്ചു. മൂന്നാമതും ഇത് സംഭവിച്ചു. 3 തവണയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടൊരു സ്വർഗാവകാശി കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരേ വ്യക്തിയാണ് കടന്നു വന്നത്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആ വ്യക്തിയുടെ പിന്നാലെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 3 ദിവസം നിന്നു. 3 ദിവസം നിന്നപ്പോഴും പ്രത്യേകിച്ചൊരു ഇബാദത്തൊന്നും അദ്ദേഹത്തിൽ കണ്ടില്ല. 3-ാമത്തെ ദിവസം അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടൊരാൾ സ്വർഗാവകാശിയായി കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ 3 തവണ ആവർത്തിച്ചപ്പോൾ താങ്കളാണ് കടന്നു വന്നത്. അതിന് എന്താണ് പ്രത്യേകത എന്നറിയാനാ ഞാൻ താങ്കളോടൊപ്പം കൂടിയത്. 3 ദിവസം നിന്നപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിച്ചില്ല. നീ ഈ കണ്ടതല്ലാത്ത ഒന്നും എന്നിലില്ലെന്ന് അദ്ദേഹം പ്രതികരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഒരു പ്രത്യേകതയുണ്ട്, എനിക്കൊരു ദിവസം നേരം പുലർന്ന് വൈകുന്നേരമായി ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരാളോടും വിദ്വേഷമോ പകയോ തോന്നാറില്ല. ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആർക്കെന്ത് ലഭിച്ചത് കണ്ടാലും എനിക്കൊരൽപ്പം പോലും അസൂയ തോന്നാറില്ല. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് നീ നേടിയത്, അതാണ് ഞങ്ങൾക്ക് കഴിയാത്തത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അതാണ് സ്വഹാബത്ത് നേടിയത്, അതാണ് നമുക്ക് കഴിയാതെ പോയത്. ആർക്കെന്ത് ലഭിച്ചാലും അതിലൊരു സന്തോഷം തോന്നുക എന്നല്ലാതെ അതിലൊരു വിഷമമോ അസൂയയോ നമ്മുടെ മനസ്സിൽ തോന്നാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാ. അസൂയ എന്ന അപകടകാരിയായ രോഗത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ദുസ്വഭാവത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.